കിസാൻ വാണി, കിസാൻ വാണി, കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് പണമല്ല, സമയമാണ്. പണം നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ വീണ്ടും സമ്പാദിക്കാം. എന്നാൽ കടന്നുപോയ ഒരു നിമിഷം പോലും തിരികെ നേടാനാവില്ല. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അർത്ഥവത്തായി ഉപയോഗിക്കാം. പണം കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ സമയത്തെയും വിലമതിക്കാം. കാരണം ജീവിതമെന്നത് സമയത്തിന്റെ മറ്റൊരു പേരാണ്. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് ഈ പരിപാടിയിൽ കൂൺ കൃഷിയിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക് ശ്രീമതി താജുന്നിസയുമായുള്ള അഭിമുഖം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: കന്നുകാലികൾക്ക് പുല്ലും തീറ്റയും മാത്രം നൽകിയാൽ മതിയോ? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ. വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് കൃഷിച്ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ. മണ്ണിൽ വിളയുന്ന പച്ചക്കറികൾക്കും പഴങ്ങൾക്കും പുറമെ മണ്ണിനടിയിലും മരത്തടിയിലും വളരുന്ന വിളകളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ മണ്ണിൽ വിത്ത് പാകാതെ തന്നെ വളരെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ കാലയളവിൽ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു അത്ഭുത വിളയുണ്ട്: കൂൺ. ഒരു കാലത്ത് അപൂർവ ഭക്ഷണ വിഭവമായി മാത്രം കണ്ടിരുന്ന കൂൺ ഇന്ന് ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഭാഗമായും മികച്ച വരുമാന മാർഗമായും മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ചെറിയൊരു മുറിയിൽ തുടങ്ങി വലിയൊരു വാണിജ്യ സംരംഭമായി വളർത്തിയെടുക്കാൻ കഴിയുന്ന കൂൺ കൃഷി യുവാക്കൾക്കും വനിതകൾക്കും കർഷകർക്കും പുതുതലമുറ സംരംഭകർക്കും വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. അങ്ങനെ കൂൺ കൃഷി ഒരു ചെറിയ കാർഷിക പ്രവർത്തനത്തിൽ നിന്ന് വലിയൊരു സംരംഭകത്വ സാധ്യതയാക്കി മാറ്റിയ ഒരു വനിതയെ നമുക്കിന്ന് പരിചയപ്പെടാം. കൊല്ലം പുനലൂരുള്ള ശ്രീമതി താജുന്നിസ. താജുന്നിസയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ് ആണ്. താജുന്നിസ മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം. മാഡം, താങ്കളൊരു കൂൺ കർഷക ആയിരുന്നു, ഇപ്പോഴും കൂൺ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു നല്ല സംരംഭകയുമാണ്. ഹൈടെക് മഷ്റൂം ഫാമിലോട്ട് മാറിയിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതിന്റെ തുടക്കം ഒന്ന് പറയാം. എങ്ങനെയായിരുന്നു ഈ കൂൺ കൃഷി തുടങ്ങിയത്? കൂൺ കൃഷി എൻ്റെ ഒരു ഫാഷനാണ്. എൻ്റെ 20 വർഷമായി ഞാൻ കൂൺ കൃഷിയിലോട്ട് ഇറങ്ങിയിട്ട്. ഈ 20 വർഷത്തിന് മുമ്പോട്ട് ചെറിയ രീതിയിലൊക്കെ അവിടെ മണ്ണിൽ കിട്ടുന്ന കൂണിനെ ഉപയോഗിച്ച് കർഷകരായ മാതാപിതാക്കളുടെ മകളായതുകൊണ്ടായിരിക്കാം വേറിട്ടൊരു കൃഷി രീതിയെ പറ്റി ആഗ്രഹിച്ചു. അങ്ങനെ കൂൺ കൃഷി എന്നുള്ളൊരു ഇതിലേക്ക് പോയി അതിനെപ്പറ്റി പഠിച്ചു. നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഫോൾട്ടായി, പിന്നും റിക്കവറായി. 20 വർഷം കൊണ്ട് ഇപ്പം ഞാൻ സക്സസ് ആണ്. ഓക്കെ. അപ്പോൾ ഈ കൂൺ കൃഷി ആദ്യം തുടങ്ങിയപ്പോൾ നമ്മൾ ബാഗിലൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? ചെറിയ കവറിനകത്ത് നിറച്ച് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഇത്രയും വിപുലമായിട്ട് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെതായ ഫാൾട്ടുകൾ ഉണ്ടായി. കുറച്ച് കവറിനകത്തൊക്കെ കെട്ടി വെക്കുമ്പോഴത്തേക്ക് പഴി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കത് പഠിപ്പിക്കാനുള്ള കാര്യം വരെ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ആത്മയിൽ ഞാൻ പഠിക്കാൻ പോയതാണ് പണ്ട് കാലത്ത്. ഇപ്പം അതിൽ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്, ട്രെയിനറായിട്ട് പോകുന്നുണ്ട്.
അപ്പോൾ ഇതിപ്പം ചെയ്യുന്നത് ഹൈടെക് കൂൺ കൃഷിയാണ്. അപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ ഒരു 1500 ബെഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഹൈടെക് ഫാം SHMന്റെ സ്കീമിൽ കൃഷി വകുപ്പ് തന്നെ തന്നിട്ടുള്ളതാണ്. ആ സ്കീമിൽ ലോണൊക്കെ കിട്ടിയായിരുന്നു, സബ്സിഡി ഗ്രാൻഡ് കിട്ടിയതാണ്. അപ്പോൾ ആ 4 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ഹൈടെക് ഫാം ചെയ്ത് തന്നു. വേസ്റ്റ് കമ്പോസ്റ്റിന് പ്രത്യേകം സ്ഥലം ചെയ്ത് തന്നു. പിന്നെ ഇതിനെക്കുറിച്ച് ഒന്ന് പറയാം, എങ്ങനെയാണ് ഈ ഫാം എവിടെ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. മുമ്പൊക്കെ കൊച്ചു ഷെഡുകളായിരുന്നു, ചെറിയ ചെറിയ ഷെഡിനകത്ത് തൽക്കാലം ഒരു 100 ബെഡ് 500 ബെഡിനകത്ത് എനിക്ക് വെക്കാനേ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോൾ എൻ്റെ 1500 സ്ക്വയർ ഫീറ്റിൽ എനിക്ക് ഫുള്ള് എടുത്ത് തന്നേക്കാണ്. അതിനകത്ത് നമുക്ക് പാനാമ്പാട് സിസ്റ്റത്തിലൂടെയാണ് ഇപ്പം എൻ്റെ ഷെഡിനകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനകത്ത് തണുപ്പ് കൂടുതലാണെങ്കിൽ അതിന് ഇതാക്കാൻ പറ്റും. എയർ സർക്കുലേഷൻ പോകാൻ എയർ ഫാനുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എയറിനെ എടുത്ത് വെളിവിടും, തണുപ്പ് അതിനകത്തോട് ഇൻക്ലൂഡ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പ്രത്യേക രീതിയിലൊരു വിളയിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് തന്നേക്കുകയാണ്. കൊല്ലം ജില്ലയിൽ ഞങ്ങൾക്ക് അപൂർവം 2-3 പേർക്ക് ഇത് കിട്ടിയിട്ടുള്ളൂ. അതിലൊരാൾ ഞാനാണ്. മഷ്റൂമാണ് തന്നെയാണ്. അതിലിപ്പോൾ ഞാൻ 3 ഇനം ചെയ്യുന്നുണ്ട്. HU ഇനത്തിൽപ്പെട്ടതുണ്ട്, ഫ്ലോറിഡ ഇനത്തിൽപ്പെട്ടിട്ടുണ്ട്, പിങ്ക് മഷ്റൂമുണ്ട്. ഇതിനെല്ലാത്തിനും നല്ല മെഡിസിൻ വാലിറ്റി കൂടുതലാണ്. എന്നാലും പിങ്ക് മഷ്റൂമിന് ഒന്നും കൂടെ മെഡിസിൻ വാലിറ്റി കൂടുതലുള്ളതാണ്. പക്ഷേ വിപണിയിൽ ആൾക്കാർക്ക് വെള്ള കളറിലെ ഇഷ്ടം, വെള്ള കളറിന് ഇഷ്ടം. പിന്നെ പിങ്ക് മഷ്റൂമിനെ പറ്റി കുറേയൊക്കെ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ട്. ഡോക്ടേഴ്സ് അത് മെഡിസിൻ ഇതുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അറിവുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പം 1500 ബെഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബെഡിൽ നമ്മൾ ഇതിനെ മഷ്റൂം ചെയ്യാൻ വേണ്ടി എന്തായാലും ആദ്യകാലം തൊട്ട് ഞാൻ വൈക്കോലാണ് ഉപയോഗിച്ചത്. പിന്നെ ഇടയ്ക്ക് ഈ പെല്ലറ്റിനെ പറ്റി ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ മഷ്റൂം കൃഷിക്ക് പ്രത്യേക ഒരു പെല്ലറ്റ് ഉണ്ട്, അത് ചെയ്തായിരുന്നു. പക്ഷേ അതിൽ എന്നെ സംബന്ധിച്ച് വലിയ ലാഭം എനിക്ക് തോന്നുന്നില്ല. വൈക്കോലാകുമ്പോൾ നമുക്ക് ചീപ്പ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം, വൈക്കോലും കാശ് കൊടുത്ത് മേടിക്കണം. പക്ഷേ പെല്ലറ്റ് 25 കിലോയുടെ ഒരു ബാഗിന് നമുക്ക് 1000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ചിലവല്ല, ആ പെല്ലറ്റിന് വില വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ വിത്ത്, അതിൻ്റെ കവർ എല്ലാം കൂടെ ഒക്കെ ആയി വരുമ്പോൾ 10,000-2500 ആവുന്നുണ്ട്. അത് നമ്മൾ എളുപ്പം എന്നേ ഉള്ളൂ. പക്ഷേ ലാഭം വേണമെങ്കിൽ അറക്കപ്പൊടിയിലോ വൈക്കോലോ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ലാഭം കിട്ടുക. പിന്നെ 1-2 ബെഡ് പാഴിപ്പോയാലും നമുക്ക് ഒരുപാട് കാശ് ആവുന്നില്ല. പ്രധാനമായിട്ട് വൈക്കോലാണ്. നമ്മുടെ നാട്ടിലെ അവയർനെസ്സും വൈക്കോലാണ്. അപ്പോൾ വൈക്കോൽ എങ്ങനെയാണ് തയ്യാറാക്കുന്ന വിധം ഞാൻ ഇപ്പോഴും സെർലേഷൻ ചെയ്യുന്നത് ആ പുഴുങ്ങിയ രീതിയിൽ തന്നെയാണ്. നേരത്തെ തന്നെ കട്ട് ചെയ്ത് വയ്ക്കും. ഇപ്പം ജോലിക്കാരുണ്ട്. മുമ്പ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ ഓൾറെഡി എനിക്കൊരു 3 പേര് ജോലിക്കാർ സ്ഥിരമുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് കട്ട് ചെയ്ത് പിന്നെ അതിന് വെള്ളത്തിയിട്ട് അതിൻ്റെ അഴുക്ക് കളഞ്ഞിട്ട് പിന്നെ അതിനാണ് ഞാൻ പുഴുങ്ങി എടുക്കുക. പുഴുങ്ങാനുള്ള സംവിധാനമുണ്ട്. നല്ല നമുക്ക് വൈക്കോൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥല സൗകര്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുഴുങ്ങാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് തണുപ്പിക്കുക. അവിടെ തന്നെ ഇരുന്ന് ഞങ്ങൾ ജോലിക്കാരും ഞങ്ങൾ 4 പേര് ഒറ്റ ദിവസം തന്നെ ഞങ്ങൾക്ക് 100 ബെഡോളം ഇടാൻ പറ്റും. കവറിൽ തന്നെ ഓരോ ബെഡായിട്ട് കെട്ടിയാണ് വെക്കുന്നത്. പോളത്തിൻ കവർ 5 കിലോയ്ക്കകത്ത് വെയിറ്റ് വരുന്ന രീതിയിലാണ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ബാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ സ്റ്റെറിലൈസ് ഒന്നും ചെയ്യുന്നില്ല? വെണ്ണൊന്നും ചെയ്യണ്ട. സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഈ വൈക്കോലിനെ നമ്മൾ തണുപ്പിച്ച് ബാഗിനകത്ത് വിത്തുമായിട്ട് ഇട്ട് ബെഡാക്കി വെക്കുക. അപ്പോൾ അത് ചെയ്യുന്ന ആ സ്ഥലമൊക്കെ നല്ല ഹൈജീനിക്കാണ്. അല്ലെങ്കിൽ എന്തായാലും അതിൻ്റെ അകത്ത് ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ഹൈജീനിക്ക് ചെയ്തിട്ടാണ്. പുഴുങ്ങിയതിന് ശേഷം നമ്മൾ എപ്പോഴും ഹൈജീനിക്കായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ ബെഡ് നമുക്ക് ശക്തിയായ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബെഡിന് നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്ത് വൃത്തിയായിട്ട് തന്നെ നമ്മൾ സംരക്ഷിച്ചിട്ട് വേണം നമുക്ക് 2 മാസക്കാലം 1.5-2 മാസത്തിനകം നമുക്ക് ഈ വിളവ് 2 കിലോളം വിളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി വിത്തൊക്കെ സ്വന്തം ചെയ്യുന്നതാണോ? അല്ല, വിത്തും കൂടെ ചെയ്യാനുള്ള സ്ഥല സൗകര്യം കുറവുണ്ട്, സമയക്കുറവുമുണ്ട്. അതോടെ ഇപ്പോഴും ഞാൻ യൂണിവേഴ്സിറ്റിയുടെ വിത്ത് തന്നെയാണ്, കൊല്ലം KVKയുടെ വിത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ട്രെയിനിങ് പഠിച്ചിറങ്ങിയതുകൊണ്ട് എനിക്ക് അവിടുത്തെ വിത്ത് പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും എനിക്ക് തരാനുള്ളത് ഉണ്ടാവും. അപ്പോൾ അത്രയും നിങ്ങൾക്ക് വേണ്ട അത്രയും വിത്ത് ഓർഡർ പറഞ്ഞേക്കും. ഒറ്റ ട്രിപ്പ് ഞാൻ 150 വിത്ത് 200 വിത്ത് വീതം പോയി എടുത്തോണ്ട് വരും. വിത്ത് എങ്ങനെയാണ്? ഇതിലാണല്ലോ അത് ഒരു പ്ലാസ്റ്റിക് കവറിൽ അവർ പ്രത്യേകം ഇപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ വിത്തുകളെല്ലാം നെല്ലിനകത്ത് തന്നെയാണ് പിടിപ്പിച്ചേക്കുന്നത്. നല്ല ഗ്രോത്ത് ഉള്ള വിത്തുകൾ തന്നെ ആയിരിക്കും. ഒരു കംപ്ലൈന്റും അതിനകത്തുനിന്ന് ഒരു പാക്കറ്റിൽ എത്ര ബെഡ് ചെയ്യാൻ പറ്റും? 2 ബെഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് വൈക്കോലിട്ട് അതിന്റെ മേളിൽ വിത്തിട്ടാണോ? പുഴുങ്ങിയ വൈക്കോലിനെ കൊണ്ടുവന്ന് തണുപ്പിക്കാൻ വെക്കുക. 1 മണിക്കൂർ കൊണ്ട് ഇത് തണുത്ത് കിട്ടും. തണുത്ത് നല്ല കണക്ക് വെള്ളം കറക്റ്റ് പരുവത്തിന് വലിഞ്ഞ് കിട്ടും. ആ വെള്ളത്തിൻ്റെ സ്ട്രെച്ചർ കറക്റ്റ് ആണോ എന്ന് അറിഞ്ഞ് വെള്ളം ഞെക്കി നോക്കുമ്പോൾ വെള്ളം വീഴാത്ത ഒരു പരുവാകുമ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ആ ബെഡിന് കവർ എടുത്തിട്ട് അടിഭാഗത്ത് ഒരു പിടി വിത്തിടുക. പിന്നെ 2 ചുമ്മാട് പോലെ വൈക്കോലിനെ വെക്കുക. വീണ്ടും വിത്തിടുക. അങ്ങനെ നമ്മൾ 3 തട്ട് വെക്കുക. 3ാമത്തെ തട്ടിൽ നിരത്തി വിത്തിട്ട് നല്ല കണക്ക് റബ്ബർ ബാൻഡ് ഇട്ട് ഇറക്കി കെട്ടി ഒരു 90ഓളം സുഷിരങ്ങളും കൊടുത്ത് അതിന് ഡാർക്ക്നെസ്സിനകത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ഡാർക്ക് റൂമിലോട്ട് വെച്ചേക്കും. അപ്പോൾ ടെമ്പറേച്ചർ ഒക്കെ എത്ര ഡിഗ്രിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പം നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും മഴ നിൽക്കുകയാണ്. പക്ഷേ ഒരു 28-30 ഡിഗ്രി മതി
ടെമ്പറേച്ചർ കറക്റ്റ് ആക്കാൻ. അതിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബെഡ് പഴിപ്പും, അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു വരും. അപ്പോൾ ഇതിനകത്ത് ഈർപ്പം വേണമല്ലോ. ഈർപ്പത്തിനാണ് ഈ നമ്മൾ പാനാമ്പാട് സിസ്റ്റമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പാനാമ്പാടത്തിനകത്ത് നമ്മൾ DC മോട്ടർ കൊടുത്തിട്ട് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നും ചെറിയ നമ്മുടെ എയർ കൂളറിനകത്ത് ഉണ്ടാകുന്ന അതേപോലെ വെള്ളത്തിൻ്റെ അംശം ആ ഷെഡിനകത്തോട്ട് പിടിക്കുന്നുണ്ട്. അപ്പം എയർ ഫാനുകൾ 4 വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എയർ ഫാൻ ഇങ്ങനെ പിടിച്ച് വിടുമ്പോഴത്തേക്കും ആ വെള്ളത്തിൻ്റെ അംശം നിന്ന് തണുപ്പ് നല്ല കൂളിംഗ് ആണ്. നമ്മളൊരു AC-ക്കകത്തിരിക്കുന്ന എങ്ങനെ അതേ രീതിയിൽ തന്നെ ആ ഷെഡിനകത്ത് ഒരു കാര്യമില്ല. നമ്മൾ ബെഡ് ഉണ്ടാക്കി വെക്കുക, രാവിലെ പോവുക, വിളവെടുക്കുക, ഇതിനകത്ത് എന്തെങ്കിലും കണ്ടാംശം ഉണ്ടോ എന്ന് നോക്കുക, വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതുപോലെയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കൂൺ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബെഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ മൈസീലിയം റണ്ണൊക്കെ ആവും. 13 ദിവസം ഡാർക്കിൽ 13 ദിവസം ഇരിക്കുമ്പോൾ കറക്റ്റ് മൈസീലിയം പിടിച്ച് നല്ല വെള്ള കളറാകും. അതിനുശേഷം നമുക്കൊരു 15-20 ദിവസം കഴിയുമ്പോഴേ തൊട്ടേ നമുക്ക് ശരിക്കും മുട്ട് വന്നു തുടങ്ങും. വൈക്കോലിലാണെങ്കിൽ നിറയെ മുട്ട് വന്ന് വിരിയുന്നുണ്ട്. പക്ഷേ വെയിറ്റ് കുറവാണ്. പെല്ലറ്റിൽ വരുന്നതിൻ്റെ അത്രയും വെയിറ്റ് കിട്ടത്തില്ല. വൈക്കോലിലാണെങ്കിൽ അസുഖബാധ കുറവുണ്ട്, നല്ല പുഴുങ്ങുന്നത് കൊണ്ട്. പക്ഷേ 2 കിലോ വിളവ് കിട്ടുന്നുണ്ടെങ്കിലും 2 മാസം കൊണ്ട് തീരുന്നുണ്ട്. അത് നമുക്ക് എന്നെ സംബന്ധിച്ച് വളത്തിന് ആളുണ്ട്, വളം എടുക്കുന്നതിന് ആളുണ്ട്. അപ്പോൾ ഈ വൈക്കോലാകുമ്പോൾ പെട്ടെന്ന് മാറ്റി വളമാക്കുകയും കൂടെ ചെയ്യാം. ഇത്രയും വൈക്കോല് കിട്ടാൻ വൈക്കോല് നമ്മൾ ഒരു പിക്കപ്പിനകത്ത് നിറയെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ ബാഗിൽ എത്ര പ്രാവശ്യം വിളവെടുക്കുന്നുണ്ട് നിങ്ങൾ? ഒരു 7-8 പ്രാവശ്യത്തിൽ കൂടുതൽ നമുക്ക് നല്ല രീതിയിലുള്ള കൂണെടുക്കാൻ പറ്റും. ഒരു 10-12 പ്രാവശ്യത്തോളം വൈക്കോലിൽ നിന്ന് എടുക്കാം. പക്ഷേ അതിലും ഒരു 8 പ്രാവശ്യത്തോളം നല്ല രീതിയിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൂൺ കിട്ടും. നല്ല സൈസിനുള്ളത്, അത്യാവശ്യം വെയിറ്റും ഉള്ളതായിട്ട്. പക്ഷേ അതിന് ശേഷം വരുന്ന കൂണുകൾ ചെറുതായിരിക്കും. അത് നമുക്ക് വീട്ടാവശ്യത്തിനോ അല്ലെങ്കിൽ പിക്കിൾസ് ഉണ്ടാക്കുന്നതിനകത്തൊക്കെ മാറ്റാൻ. അപ്പോൾ മേഡം എങ്ങനെ നമ്മൾ ഇത് വിൽക്കാനുള്ളത് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ 10 പ്രാവശ്യം വരെ എടുക്കുന്നുണ്ടോ, അതോ ഇമീഡിയറ്റ്ലി നെക്സ്റ്റ് ബാച്ച് കൊണ്ടുവരും? അല്ല, ഞാൻ ഈ 5 വെട്ടമൊക്കെ എടുക്കാൻ നിൽക്കത്തുള്ളൂ. എന്നിട്ട് അതിന് ഞാൻ എടുത്ത് മാറ്റിയേക്കും. അതിന് കൂട്ടിയെടുക്കുന്ന ഭാഗത്ത് നല്ല എണ്ണക്ക് എലി കയറാത്ത നല്ല സ്ഥലങ്ങളിൽ തന്നെ, വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ സൂക്ഷിക്കാമെങ്കിൽ അതിലുണ്ടാകുന്ന കൂണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 10 പ്രാവശ്യത്തെ വിളവ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ അടുത്തത് കയറ്റും. പിന്നെ അത് നെക്സ്റ്റ് ബാച്ചിലോട്ട്. അപ്പോൾ എല്ലാ 2 മാസം കൂടുമ്പോഴത്തേനും ഓരോ മാറ്റിക്കൊണ്ടേയിരിക്കും, പുതിയ ബാച്ച് വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഈ കൂണിൻ്റെ സൂക്ഷിപ്പ് കാലാവധി എന്തായാലും ഒത്തിരി കുറവാണ്. അതെ, ഒരു ദിവസം നമുക്ക് വെളിയിലാണെങ്കിൽ, ഒരു ഫ്രിഡ്ജിലല്ലാതെ വെളിയിലാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇതിന് വഴിയുള്ളൂ. പക്ഷേ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്കൊരു 3 ദിവസവും കൂടെ വെച്ചേക്കാം. അപ്പോൾ മാർക്കറ്റിംഗ് എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായില്ല. പണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇറങ്ങിയ കാലത്ത്. ഇപ്പം നമുക്കൊരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഇപ്പം എന്നും രാവിലെ കസ്റ്റമർ ചോദിക്കാറുണ്ട് നിങ്ങളുടെ. ഞാൻ ഒരുപാട് കൊണ്ടുവന്ന് എല്ലായിടും കടകളിൽ തോറും കൊടുക്കുന്നില്ല. സ്ഥിരമായിട്ട് നമ്മുടെ ഇത് മേടിച്ച് ഉപയോഗിച്ചവർ ആ വൃത്തിയും അതിൻ്റെ കളറും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ടേസ്റ്റും കണ്ടുകൊണ്ട് വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കൂണിനെ രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസമോ എനിക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉണക്കും. അങ്ങനെ പ്രോസസ്സിങ്ങിന് വേണ്ടി. അപ്പം ഇത് നിങ്ങൾ 1500 ബെഡ് വരെ ചെയ്യുന്നുണ്ട്, കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യുന്നത്. ഇതൊഴിച്ച് മറ്റേ കർഷകരിൽ നിന്നും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടല്ലേ? അതെ, ആത്മയുടെയൊക്കെ ഇതായിട്ട് കൃഷി വകുപ്പിൽ തന്നെ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി അറിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിഞ്ഞും ഈ കർഷകശ്രീയിലും ഇതേപോലെ റേഡിയോ നിലയത്തിലൂടെയൊക്കെ പരസ്യമായി എൻ്റെ അടുത്ത് ഒരുപാട് പേര് പഠിക്കാൻ വരുന്നുണ്ട്. ഈ പഠിക്കാൻ വരുന്നവർ വീണ്ടും കർഷകരായി അവർ കുറച്ച് ആക്കി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, മേഡം ഇത്ര വിറ്റിട്ടില്ല, ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ എനിക്കത് തിരിച്ച് ഞാൻ തന്നെ എടുക്കും. അപ്പം ഇത് സ്ഥിരമായിട്ട് എനിക്ക് 50 പേരെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ 50 പേരും എനിക്ക് എന്നും തരാൻ കാണില്ല. ചിലപ്പോൾ 15 പേര് കൊണ്ടുതരും, ചിലപ്പോൾ 5 പേര് കൊണ്ടുതരും, ചിലപ്പോൾ 25 പേര് കൊണ്ടുതരും. പക്ഷേ അപ്പോൾ ആ സമയത്ത് അവർക്കൊരു പ്രശ്നമില്ല, അവർക്ക് പ്രശ്നം വരുന്നില്ല, എനിക്കും പ്രശ്നം വരുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടിൽ ഫ്രഷ് മഷ്റൂമായിട്ടും കൊടുക്കാണ്ട് എൻ്റെ പ്രൊഡക്റ്റുകൾ, എനിക്ക് ഒരുപാട് വാല്യൂഡ് പ്രൊഡക്റ്റിലോട്ട് ഞാൻ പോയി. അപ്പോൾ അത് ഉണ്ടാക്കാൻ ആവശ്യമായ കൂൺ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മാഡത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മാഡം വാല്യൂ അഡീഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് മഷ്റൂം സർപ്ലസ് ആയാലും നമുക്ക് വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഈ വാല്യൂ അഡീഷനിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ ആദ്യമേ തുടങ്ങിയത് മഷ്റൂമിൽ നിന്നുള്ളൊരു ഹെൽത്ത് മിസ് പൗഡറായിട്ടാണ്. അപ്പം നമ്മുടെ SHMൻ്റെ സ്കീമിൽ തന്നെ സോളനിൽ വരെ എന്നെ പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശത്ത് സോളനിൽ വിട്ടത്, ജനുവരിയിലാണ് വിട്ടുന്നത്. അപ്പം ഞാൻ മഷ്റൂം ക്യാപിറ്റലാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ. അതെ, അപ്പം അവിടെ പഠിച്ചതിന് എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു. അവിടെ പോയതിൽ എനിക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റിയ ഓരോ മഷ്റൂമിനകത്തും അടങ്ങിയിരിക്കുന്ന ഓരോ കണ്ടന്റുകളും അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഹെൽത്ത് മിസ് പൗഡറായിട്ടാണ് ആദ്യം തുടങ്ങിയത്. അന്ന് ഞാനൊരു 3 കിലോയിലായിരുന്നു 2022 ഇറക്കിയത്. ഇപ്പം 2026 ആയപ്പോഴത്തേക്കും എനിക്ക് കഴിഞ്ഞ വർഷം തൊട്ട് എനിക്ക് 350 കിലോ വീതം മാസം പ്രൊഡക്ഷൻ തുടങ്ങി. മാസം 350 കിലോ ഉണ്ട് ഹെൽത്ത് മിസ്സായിട്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് മറ്റൊരു 12ഓളം
പ്രൊഡക്റ്റുകൾ എൻ്റെ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ബ്രാൻഡ് ആക്കിയത് ഇത് 2 എണ്ണമാണ് ഇപ്പം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മഷ്റൂമിൻ്റെ സൂപ്പ് പൗഡറായി, മഷ്റൂമിൻ്റെ ഹെൽത്ത് മിസ് പൗഡറായി, പ്രോട്ടീൻ പൗഡറായി, പായസമിസായി, മഷ്റൂം തന്നെ പായസമിസായി, എന്തോ ടേസ്റ്റാണ് ഇതൊക്കെ. പിന്നെ കുക്കീസായി, കേക്കായി, ജാമായി. ഇപ്പോൾ ഒരെണ്ണം നമുക്ക് വൈറ്റമിൻ്റെ ഒക്കെ പ്രശ്നം കാരണം മുടി കൊഴിച്ചിലുണ്ടാകുന്നവർക്ക് തലയിൽ തേക്കാനൊരു എണ്ണ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അങ്ങനെ പല അതായി കായംകുളം കേവിക്കയുടെയും കൊല്ലം കേവിക്കയുടെയും സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അവരത് അനലൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അവിടെ ആയിട്ടാണ് ചർച്ച ചെയ്തിട്ട് ഓരോ പ്രൊഡക്റ്റുകളും ഞാൻ വികസിപ്പിച്ചെടുക്കുന്നത്. കായംകുളത്തുള്ള മേഡം ജെസ്സി എന്ന് പറഞ്ഞ മേഡം, പുനലൂർ കൊല്ലം കേവിക്കയുടെ മേഡം, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. കൃഷി വകുപ്പ് നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട്. അനാലിസിസ് ചെയ്യാൻ ഞാൻ വെള്ളായണി കാർഷിക കോളേജിലാണ് കൊടുക്കുന്നത്. അതുപോലെ എനിക്ക് ബ്രാൻഡാക്കി കിട്ടിയതിൻ്റെ പേരിൽ എനിക്ക് നല്ല രീതിയിൽ വിപണനം ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ഓണത്തിന് എൻ്റെ പായസം മിസ്സിന് എനിക്ക് 1000 പീസ് ഞാൻ ചെയ്ത് ഓൾറെഡി ഓർഡറായി വെച്ചിട്ടുണ്ട്. അത് ഈ ഓർഡറൊക്കെ എങ്ങനെയാണ്? നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണോ വരുന്നത്? സോഷ്യൽ മീഡിയ വഴിയുണ്ട്. പിന്നെ എൻ്റെ നാക്കാണ് എൻ്റെ പരസ്യം. ഞാൻ പോകുന്ന ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നിടത്തും പിന്നെ ഗവൺമെൻറ് തരുന്ന സ്റ്റോളുകളിൽ പോയിട്ട് ഞാൻ സംസാരിച്ച് തന്നെ കസ്റ്റമർ ഒപ്പിച്ചു. ആ കസ്റ്റമർ ഉപയോഗിച്ചിട്ട് റിപ്പീറ്റ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ ആൾക്കാർ ഒരു പ്രിസർവേറ്റീവ്സോ ഒരു ആർട്ടിക്കൽ കളറോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, ചേർക്കത്തുമില്ല. അത് മഷ്റൂമിന് ഞാൻ എങ്ങനെ ഷെഡിൽ നിന്ന് എടുക്കുന്നോ, ചിലപ്പോൾ എനിക്ക് 25 പ്രൊഡക്ഷൻ കാണും, ചിലപ്പം 15 പ്രൊഡക്ഷൻ കാണും. ഇതെല്ലാം ഫസ്റ്റായിട്ട് നമുക്ക് നല്ല ഇതായിട്ട് കസ്റ്റമർ ഉണ്ടെങ്കിൽ അന്നേരം പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് അപ്പോൾ തന്നെ ഡീഹൈഡ്രേറ്റ് മെഷീനാണ് അടുത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോഴേ എടുക്കുക, അവിടെ തന്നെ സൂര്യപ്രകാശം പോലും കൊള്ളുന്നത് അന്നേരം കയറ്റി ഉണക്കി മാറ്റി ഉണക്കാൻ വേണ്ടി നമ്മൾ മെഷീൻ സംവിധാനമുണ്ട്. എല്ലാവിധ മെഷീൻ സംവിധാനമുണ്ട്. 10 ലക്ഷം രൂപയുടെ മെഷീനറീസാണ് PMFME വഴി ലോറി ചെറിയ ഇതായിട്ട് വ്യവസായ വകുപ്പിൽ നിന്ന് എടുത്തത്. അപ്പം ഗവൺമെന്റ് സംവിധാനങ്ങൾ തരുന്ന എല്ലാ സ്കീംസും അത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കിപ്പം ലേബറായിട്ട് കറക്റ്റായിട്ട് 5 പേരുണ്ട്. അതിൽ 3 പേര് സ്ഥിര ജോലിയാണ്. ആ 3 പേരും കണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇത്രയും സജ്ജീകരണമായിട്ട് എനിക്ക് പറ്റാതെ വരുന്നത് കൊണ്ട് ഞാൻ കൃഷി വകുപ്പ് നമ്മുടെ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് ഒരു അപേക്ഷ കൊടുത്തിട്ടുമുണ്ട്. ക്യാപ്കോഡിൽ ഒരു ഷെഡ് ചോദിച്ചിട്ടുണ്ട്. അവിടെ ഷെഡിൽ കിടക്കുന്നത്. അപ്പോൾ ക്യാപ്കോഡ് ഭാഗമായിട്ട് ആഗ്രോ ബസാറുകളുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 5 കിലോമീറ്ററിനകത്തൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ലേബറേയും കുറച്ചും കൂടെ മെഷീനറീസും കൂടെ വെച്ച് കുറച്ചും കൂടെ ബെനിഫിറ്റായിട്ട് ചെയ്യാനുള്ള പദ്ധതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മുന്നിൽ എന്തുവാണ് കാണുന്നത്? ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച മാതിരി തന്നെ കർഷകയിൽ നിന്ന് വന്നിപ്പം സംരംഭകയായി 3 പേർക്ക് സ്ഥിരം തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 350 കിലോ വരെ മഷ്റൂം പൗഡർ ഒരു മാസം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 50 കർഷകർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള പദ്ധതികൾ 50 കർഷകർ കൂൺ കർഷകർ മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഏത്തക്ക കൃഷി ചെയ്യുന്ന ആൾക്കാർ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അല്ലാതെ ഈ മിക്സ് മിക്സ് ഒക്കെ ഉണ്ടാക്കാൻ മധുരക്കിഴങ്ങിൻ്റെ തൊലി CDC അറിയുന്ന തൈ കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് പേരെ കൃഷി ചെയ്യാൻ കൊടുത്തിട്ട് അവരിൽ നിന്ന് അത് ഞാൻ തന്നെ ശേഖരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ സ്ഥലവും കൂടെ ഏറ്റെടുത്തിട്ട് എനിക്കും കൂടെ കുറച്ച് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറേയേറെ നമുക്ക് ദിവസവും ആവശ്യമായ പല പല സാധനങ്ങൾ നമ്മൾക്ക് വേണമെന്നതുണ്ട്. കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെയും പല അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. അതിൽ നിന്നൊക്കെ മുക്തിയാവുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പോഷകക്കുറവ് കൊണ്ടാണ് പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. അതേപോലെ വേണ്ടുന്ന രീതിയിലുള്ള ആഹാരം നമുക്ക് ഉള്ളിൽ ചെന്നാൽ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ അസുഖത്തിൽ നിന്ന് വ്യത്യാസപ്പെടാൻ പറ്റും. അതേപോലെ നല്ല ഭക്ഷണം എടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിതിന് പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രമേലെത്തി. ഇനി എനിക്ക് മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഓൾ ഇന്ത്യ പ്രൊഡക്റ്റ് ആക്കണം. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് വിദേശത്തേക്ക് ഇത് കയറ്റുമതി ചെയ്യണം. ഈ കയറ്റുമതി ചെയ്യുന്നതിന് അത് എൻ്റെ കയ്യിലൂടെ ആണെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി അവിടുത്തെ കയ്യൊപ്പോടുകൂടി തന്നെ പുറത്തോട്ട് വിടണമെന്നാണ് ആഗ്രഹം. നമ്മുടെ ഒരു ബ്രാൻഡ് വേണം. അത് ഗവൺമെൻറ്റിൻ്റെ കേരളാഗ്രോ ബ്രാൻഡിങ് കിട്ടിയ ആ കേരളാഗ്രോയുടെ സാധനം എന്ന് വെച്ചാൽ ഒരു ബെനിഫിറ്റ് ഉള്ളതാണ്. അതെന്ന് വെച്ചാൽ ഒരു കെമിക്കൽ ചേരാതെ എല്ലാവിധ ടെസ്റ്റുകളും ചെയ്തിട്ടാണ് അത് ഇറക്കുന്നത്. അപ്പോൾ അതിനകത്ത് അത്രമാത്രം വാല്യൂ ഉണ്ട്. അതിന് അത്രമാത്രം ആൾക്കാർ അപ്സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് വിടുന്നത് എൻ്റെ കയ്യിൽ നിന്നും ഗൾഫിലൊക്കെ പോകുന്നവർ കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അവിടെയുള്ള മാർക്കറ്റിലും കൂടെ എത്തിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഇനിയും മേളിലോട്ട് പോകട്ടെ. ഇതേമാതിരി ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ കർഷകർക്കും അത് നല്ലൊരു ലാഭകരം തന്നെയാണ്. അവരുടെ പ്രൊഡക്ട്സും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ശേഖരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ വീട് തന്നെ ഒരു വരുമാനം. എൻ്റെ കുടുംബത്തിനും നമ്മൾ ഈ ജോലി ചെയ്യുന്ന ലേബേഴ്സിനുള്ള വരുമാനം എന്നിലൂടെ പോകുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഇനിയും മുന്നോട്ട് എനിക്ക് അതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹം. നമ്മുടെ കൃഷിഭവൻ നമ്മുടെ പത്തനാപുരം ബ്ലോക്കാണ്. അതിനെ എവിടം വരെ ആ പേര് നിലനിർത്താൻ പറ്റുമോ അവിടം വരെ കൊണ്ട് എത്തിക്കണം. അതൊക്കെയാണ് ആഗ്രഹങ്ങൾ. താജുന്നിസാജി, താങ്കളുടെ ആഗ്രഹങ്ങളെല്ലാം ഇതേമാതിരി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസകൾ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത് വളരെ നന്ദി. കൂൺ വളർത്തുക മാത്രമല്ല, കൂണിലൂടെ ഒരു സംരംഭവും വളർത്താം എന്ന് തെളിയിച്ച ഒരു വനിതയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്.
കൊല്ലം പുനലൂരുള്ള ശ്രീമതി താജുനിസയെ നമുക്ക് പരിചയപ്പെടുത്തിയത് ഷിബു ജോർജാണ്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താജുനിസയെ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ പറയാം: 9947784533. ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു. പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം. എങ്ങനെ? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. ആ കൈയിലോ അമ്മാനയാട്ടം, ഈ കൈയിലോ പാൽക്കാവടി, കാലം പകർന്നു തുടിതാളം. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. ഇളവയിലു തഴുകിയിരു മുകുളമിതൾ നീട്ടി, ഇതളുകളിൽ നിറകതിരു തൊടുകുറികൾ ചാർത്തി. ഇളവയിലു തഴുകിയിരു മുകുളമിതൾ നീട്ടി, ഇതളുകളിൽ നിറകതിരു തൊടുകുറികൾ ചാർത്തി. ചന്ദനമണിപ്പടിയിൽ ഉണ്ണിമലരാടി, ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ. ചന്ദനമണിപ്പടിയിൽ ഉണ്ണിമലരാടി, ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ. താനേ ചിരിക്കും താരങ്ങൾ പോലെ, മണ്ണിന്റെ മാറിൽ മാന്തളിരു പോലെ. മാറുമൃദു ശോഭകളെ ഭൂമി വരവേൽക്കയായി, പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. പ്രണവമതുനുകരുവതിനുണരുമൊരു ദാഹം, കനവുകളിൽ നിനവുകളിൽ എരിയുമൊരു ദാഹം. പ്രണവമതുനുകരുവതിനുണരുമൊരു ദാഹം, കനവുകളിൽ നിനവുകളിൽ എരിയുമൊരു ദാഹം. മൃണ്മയ മനോജ്ഞമുടൽ വീണുടയുകില്ലേ, ഉണ്മയതിനുള്ളിലെരിയുന്ന കടദീപം. മൃണ്മയ മനോജ്ഞമുടൽ വീണുടയുകില്ലേ, ഉണ്മയതിനുള്ളിലെരിയുന്ന കടദീപം. കാണാനുഴറുന്നു നാടായ നാടും, കാടായ കാടും തേടിയലയുന്നു. ഏതു പൊരുൾ തേടിയതു കാനൽ ജലമായിതോ. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. ആ കൈയിലോ അമ്മാനയാട്ടം, ഈ കൈയിലോ പാൽക്കാവടി,
കാലം പകർന്നു തുടിതാളം. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,400 മുതൽ 28,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1000 എണ്ണത്തിന് 21,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 71,000 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1000 എണ്ണത്തിന് 5,000 മുതൽ 5,400 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 മുതൽ 26,200 രൂപ വരെയും പൈനാപ്പിളിന് 5,500 മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,500 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാം. നീർവാർച്ച കുറവുള്ള സ്ഥലങ്ങളിൽ ഇഞ്ചിക്ക് വാട്ടരോഗം കാണുന്നു. ചെടികൾ പെട്ടെന്ന് വാടിപ്പോവുകയും കടചീയുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇത് പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യും. രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം തടത്തിൽ കുമ്മായം വിതറണം. ഒരാഴ്ച കഴിഞ്ഞ് സ്യൂഡോമോണാസ് ചാണകപ്പൊടിയുമായി ചേർത്ത് മണ്ണിലിട്ട് കൊടുക്കുകയും കൂടാതെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം ബാധിച്ച ചെടികൾക്ക് തളിക്കുകയും ചെയ്യണം. മഴയും വെയിലും മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ വിളകൾക്ക് കുമിൾ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെതിരെ ട്രൈക്കോഡെർമ വിറിഡെ എന്ന ജീവാണു, ഉണങ്ങിയ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് വളർത്തിയതിനു ശേഷം തോട്ടങ്ങളിൽ ഇട്ടുകൊടുത്താൽ കുമിൾ രോഗങ്ങളെ തടയുവാൻ സാധിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്. കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ. പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്നറിയണ്ടേ? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കന്നുകാലികൾക്ക് പുല്ലും തീറ്റയും മാത്രം നൽകിയാൽ മതിയോ? ഉത്തരം: നല്ല പാലുൽപാദനത്തിനും ആരോഗ്യമുള്ള വളർച്ചയ്ക്കും തീർച്ചയായും നല്ല തീറ്റ ആവശ്യമാണ്. എന്നാൽ തീറ്റയിൽ ഊർജവും പ്രോട്ടീനും മാത്രമല്ല, ചെറിയ അളവിൽ ആവശ്യമായ ധാതുക്കളും ഉണ്ടായിരിക്കണം. ഇതിനായി മിനറൽ മിശ്രിതം നൽകേണ്ടതാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ. കിസാൻ വാണി, കിസാൻ വാണി, കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി.